بسم الله الرحمن الرحيم. ولقد ضربنا للناس في هذا القرآن من كل مثل ولئن جئتهم بآية ليقولن الذين كفروا إن أنتم إلا مبطلون كذلك يطبع الله على قلوب الذين لا يعلمون فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1395 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 58 മുതൽ 60 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ضربنا للناس في هذا القرآن من كل مثل ولئن جئتهم بآية ليقولن الذين كفروا إن أنتم إلا مبطلون كذلك يطبع الله على قلوب الذين لا يعلمون فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ അവസാനത്തെ 3 ആയത്തുകൾ 58 മുതൽ 60 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ശക്തമായ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ സൂറത്തിന്റെ പര്യവസാനം. നിഷേധികൾ പാരത്രിക ജീവിതത്തിലേക്കുള്ള അതിന്റെ തുടക്കഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദർഭത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ തങ്ങൾ ആ അവസ്ഥയിൽ കഴിഞ്ഞുള്ളൂ എന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് പറയുന്നവരായിട്ടാണ് രംഗത്ത് വരിക. അവര് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് തന്നെ ആ ഒരു ബോധത്തോടു കൂടിയാണ്. ആ വിധത്തില് അവര് കബളിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വഞ്ചിതരായ ഒരവസ്ഥയാണ് മാനസികമായി അവര് ഉണ്ടാവുക എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. എന്നാൽ ഈമാനും ശരിയായ ജ്ഞാനവുമുള്ള ആളുകൾ ആ ഘട്ടത്തിൽ അവരോട് പറയുക, നിങ്ങൾ പുനരുത്ഥാനം വരെ ഈ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ രേഖയിലുള്ളത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ രേഖ പ്രകാരം നിങ്ങൾ ദീർഘമായൊരു കാലം പുനരുത്ഥാനം വരെ ഈ അവസ്ഥയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദിവസമാണ് പുനരുത്ഥാന ദിനം. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ്. ആ നാള് അതിക്രമകാരികളായി ജീവിച്ച ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അവർക്ക് പ്രയോജനപ്പെടുകയില്ല. എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം അവർക്കുണ്ടാവുകയുമില്ല. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഈ സൂറത്ത്
ഉപസംഹരിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ അവസാനത്തെ 3 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇതുവരെ നടന്ന ഈ സൂറത്തിലെ ഡിസ്കോഴ്സസിനെ പരാമർശിച്ചുകൊണ്ട് ഈ സൂറത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട്, അതുപോലെ പിന്നിട്ട ഇതിനകം അവതരിച്ചു കഴിഞ്ഞിട്ടുള്ള സൂറത്തുകളിലെ വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദിൽ ഖുർആനി മിൻ കുല്ലി മസൽ. ജനങ്ങൾക്കായി ഈ ഖുർആനിൽ നിശ്ചയമായും നാം വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ഉപമകളും ബോധന രീതികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉപമകള് കാര്യങ്ങള് ചെയ്യുന്നതിന് വേണ്ടി, കാര്യങ്ങൾ വ്യക്തതയോടുകൂടി അനുവാചകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് വേണ്ടിയാണ് ഉപമകള് പ്രയോഗിക്കാറുള്ളത്. വിവിധങ്ങളായ ഉപമകള്, വൈവിധ്യമുള്ള വ്യത്യസ്തങ്ങളായ ഉപമകള് ഈ ഖുർആനിൽ അതിന്റെ വിവരണത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പരോക്ഷമായിട്ട് അതിന്റെ ആശയം വ്യത്യസ്തമായ രീതികളിൽ കാര്യങ്ങളെ ബോധനം ചെയ്യാൻ, അനുവാചകർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ട വിവരണങ്ങൾ ഈ ഖുർആനിൽ തീർച്ചയായിട്ടും നാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത ബുദ്ധിപരമായ നിലവാരമുള്ള കഴിവുകളുള്ള ആളുകളുടെ കാര്യത്തിൽ അവർക്കൊക്കെയും പ്രയോജനപ്പെടുന്ന വിധത്തിൽ വിവിധങ്ങളായ വിവരണ ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊന്നും പറയാൻ ആർക്കും അവസരം ഉണ്ടാവില്ലാത്ത വിധത്തിലാണ് എല്ലാ തലത്തിലുള്ള ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ദൈക്ഷണികമായ കഴിവുകളുള്ള, വളരെ ഉയർന്നു നിൽക്കുന്ന, ചിന്താപരമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഖുർആനിലുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിപരമായി വളരെ താഴെ നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിലും കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരേ ആശയം വിവിധങ്ങളായ വിധത്തിൽ വിവരിക്കപ്പെടുന്നത് വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ ഒരു ഉപമ വളരെ ആവശ്യമായിരിക്കും. അങ്ങനെ ഉപമ വേണ്ടി വരുമ്പോ, മസല് വേണ്ടി വരുമ്പോ അത്തരം ധാരാളം ഉപമകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ഇതേ കാര്യം ഉപമകളൊന്നും ഇല്ലാതെ വളരെ അടിസ്ഥാനപരമായി ആറ്റിക്കുറുക്കിയ ഒരു തത്വം പറയുന്ന പോലെ പറഞ്ഞ സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഏത് വിഭാഗത്തിൽ പെട്ട ആളുകളാണെങ്കിലും അവർക്കൊക്കെയും കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സാധിക്കുന്ന വിധത്തിൽ ഈ ഖുർആനിൽ നാം കാര്യങ്ങളെ വിവരിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ ഉപമകളും വിവിധങ്ങളായ ബോധന ശൈലിയും വിവിധങ്ങളായ വിവരണ രീതിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. വലഖദ് ദറബ്നാ ലിന്നാസ്, നിശ്ചയമായും നാം ജനങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഫീ ഹാദിൽ ഖുർആൻ, ഈ ഖുർആനിൽ മിൻ കുല്ലി മസൽ, എല്ലാ തരത്തിലുള്ള മസലുകളും, എല്ലാ തരത്തിലുള്ള ഉപമകളും, എല്ലാ മോഡലും എല്ലാ സ്റ്റൈലും സ്വീകരിച്ചുകൊണ്ട് ഈ ഖുർആനിൽ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെയാണെങ്കിലും വല ഇൻ ജിഅ്തഹും ബി ആയത്തിൻ, ഒരു ദൃഷ്ടാന്തവുമായിട്ട് താങ്കൾ അവരുടെ അടുക്കലേക്ക് ചെന്നു എന്ന് വെക്കുക. കാര്യങ്ങളെ വിവിധങ്ങളായ രീതിയിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. മനസ്സിലാകാൻ പ്രയാസമില്ലാത്ത വിധത്തില് അതിനൊക്കെ നല്ല വ്യക്തത നൽകിയിട്ടുമുണ്ട്. എന്നാൽ അതൊക്കെ ഇരിക്കെ തന്നെ താങ്കൾ അവരിലേക്ക് ഒരു ദൃഷ്ടാന്തവുമായിട്ട്, ഒരു ദൈവികമായ ഒരു പ്രതിഭാസം, ഒരു തെളിവ് ആയിട്ട്
താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിക്കുള്ള ഒരു പിൻബലമായി ഒരു ആയത്തുമായിട്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുകയാണെങ്കിൽ ലയഖൂലന്ന അല്ലദീന കഫറു, നിഷേധികൾ സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാതെ അതിനെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന, അതിനെ അടച്ച് അസത്യമാണ്, മിഥ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ പറയും ഇൻ അൻതും ഇല്ലാ മുബ്തിലൂൻ, നിങ്ങൾ കേവലം വ്യാജന്മാരല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നുമല്ല എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംവദിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ അടുക്കലേക്ക് ഒരു ദൈവിക ദൃഷ്ടാന്തവുമായിട്ട് ചെല്ലുകയാണ്, കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിഷേധികളായ, വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആ ആളുകൾ പറയുക ഇങ്ങനെയാണ്: ഇൻ അൻതും ഇല്ലാ മുബ്തിലൂൻ, നിങ്ങള് വ്യാജം പറഞ്ഞു വരുന്നവർ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് യാതൊന്നുമല്ല, ഞങ്ങൾക്കത് ബോധ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരെയും പൂർവിക പ്രവാചകന്മാരെയും ഒക്കെ അവര് ആ നിലക്കാണ് പറയുന്നത്, മുബത്തിലുകളാണ് എന്ന്. മുബത്തില് എന്ന് പറഞ്ഞാൽ ബാത്തില് കൊണ്ടുവരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. ബാത്തിലായ കാര്യം, വ്യാജമായ, തെറ്റായ, അടിസ്ഥാനരഹിതമായ, ബുദ്ധിരഹിതമായ, യുക്തിരഹിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ മാത്രമാണ് നിങ്ങൾ എന്നാണ് ദൈവിക ദൃഷ്ടാന്തത്തിന്റെ പിൻബലത്തോടു കൂടി അവരുടെ അടുക്കൽ എത്തിയാൽ പോലും അവർ പറയും. അതിനൊരു കാരണമുണ്ട്, അതാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തിൽ വ്യക്തമാക്കുന്നത്. കദാലിക യത്ബഉ അല്ലാഹു അലാ ഖുലൂബിൽ ലദീന ലാ യഅലമൂൻ, ജ്ഞാനബോധമില്ലാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ ഈ വിധത്തിൽ അള്ളാഹു എല്ലാം അടച്ചുപൂട്ടി മുദ്ര വെച്ചിരിക്കുകയാണ്. അതാണ് കാരണം. അവരുടെ ദൈക്ഷണിക മണ്ഡലത്തിലേക്കോ യുക്തിബോധത്തിലേക്കോ അവരുടെ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെ തലത്തിലേക്കോ ഒന്നും കാര്യങ്ങൾ അങ്ങ് കയറി ചെല്ലാത്ത വിധത്തില് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഒരു മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു എല്ലാറ്റിനെയും ചുറ്റിക്കൂട്ടി ഒരു സീല് വെച്ചിരിക്കുക. ഒന്നും അങ്ങോട്ട് കയറൂല. അവർക്ക് വിജ്ഞാനത്തിനോട്, ശരിയായ ജ്ഞാനത്തിനോട്, ശരിയായ കാര്യങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയയോട് വിമുഖതയാണുള്ളത്. അല്ലദീന ലാ യഅലമൂൻ, അവര് ഇൽമിനെ ആദരിക്കുന്ന ആളുകളല്ല, അറിവിനെ, ജ്ഞാനത്തിനെ പ്രയോജനപ്പെടുത്തുകയോ അത് ഉൾക്കൊള്ളുകയോ അതിന്റെ പ്രാതിനിധ്യം ഏൽക്കുകയോ ചെയ്യുന്ന ആളുകളല്ല അവര്. അതാണ് അതിന് കാരണം. എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായ വിമുഖതയാണ്, മറിച്ച് അതിനോട് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമല്ല അവർക്കുള്ളത്. കാര്യങ്ങളെ മനസ്സിലാക്കാൻ, ശരി തെറ്റുകൾ വേർതിരിച്ചറിയാൻ, യുക്തിയുടെ തലം ഉൾക്കൊള്ളാൻ, തെളിവും പ്രമാണവും പരിശോധിച്ച് മനസ്സിലാക്കാൻ ഒന്നും സന്നദ്ധതയില്ലാത്ത ഒരു വിജ്ഞാന വിരോധികളായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. വിജ്ഞാന വിരോധികൾ ഒരിക്കലും തന്നെ സത്യം കണ്ടെത്തൂല. അവര് വിജ്ഞാനത്തിനോട് വലിയ എതിർപ്പുള്ളവരാണ്. അത് അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെ തുടക്കത്തിൽ നടത്തുന്നുണ്ടാവും. പക്ഷെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതോടുകൂടി അത് വലിയ വിമോചനമാണ് ഓരോരുത്തർക്കും നൽകാൻ പോകുന്നത് എന്ന കാര്യം അവർ മനസ്സിലാക്കൂല. വിജ്ഞാനം അവരുടെ ശത്രുവാണ് എന്ന നിലക്ക് പെരുമാറുന്ന ആളുകളാണ്. മലയാളത്തിൽ അവരെ ജ്ഞാന വിരോധികൾ എന്ന് പറയും. അറിവിനോടാണ് അവർക്ക് പക. ജ്ഞാനത്തിനോട്, ശാസ്ത്രബോധത്തോട്, കാര്യങ്ങൾ വ്യക്തതയോടുകൂടി അടിസ്ഥാന ശരിയായ അടിത്തറയിൽ നിന്നുകൊണ്ടും ശാസ്ത്രീയമായ പിൻബലത്തോടു കൂടിയും കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നതിനോട് അവർക്ക് വലിയ വിരോധം. ഏതോ പൈതൃകമായി പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങിയ അന്ധവിശ്വാസവും അബദ്ധജടിലമായ കാര്യങ്ങളും ഒക്കെ യാതൊരു പരിശോധനയും ഇല്ലാതെ പിന്തുടരുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവുമില്ല. എന്നാൽ ബുദ്ധിയുടെയും യുക്തിയുടെയും ദൈക്ഷണികതയുടെയും ഒക്കെ അടിത്തറയിൽ സ്ഥാപിക്കപ്പെടുന്ന
വൈജ്ഞാനികമായി മികവുറ്റു നിൽക്കുന്ന ഒരു കാര്യം അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിൻപറ്റാനോ ഒന്നും അവര് സന്നദ്ധരല്ല. അവര് അല്ലദീന ലാ യഅലമൂൻ, അവര് ഇൽമിനോട്, അറിവിനോട്, ജ്ഞാനത്തിനോട് ശരിയായ ഒരു സമീപനം സ്വീകരിക്കുന്ന ആളുകളല്ല. അത്തരം ആളുകളുടെ ഹൃദയങ്ങളിൽ നാം അതൊക്കെ അടച്ചുകൂട്ടി ഒരു മുദ്ര വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ടാണ് താങ്കൾ അവരുടെ അടുക്കിലേക്ക് ഒരു ദൃഷ്ടാന്തവുമായി കടന്നു ചെന്നാൽ അത് വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ്, ബുദ്ധിരഹിതമാണ്, യുക്തിരഹിതമാണ് എന്നൊക്കെ പറയാൻ അവര് തുനിഞ്ഞിറങ്ങുന്നത്. കാരണം അറിവിനോട് തന്നെ അവരുടെ നിലപാട് വളരെ വികലമായതാണ്, തെറ്റായതാണ്. അതുകൊണ്ട് ദൈവിക ദൃഷ്ടാന്തം അവരുടെ മുന്നിൽ താങ്കൾ കൊണ്ടുപോയി കാണിച്ചാൽ അത് ഉൾക്കൊള്ളാനല്ല അവർ ശ്രമിക്കുക, മറിച്ച് അതിനോട് വിരോധം കാണിക്കാനാണ് ഈ ജ്ഞാനവിരോധികളായ ആളുകൾ ശ്രമിക്കുക എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനുള്ള കാരണം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നും കയറാത്ത വിധത്തിൽ അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. അള്ളാഹു മുദ്ര വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു അവരെ സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാം. പക്ഷെ അതല്ല, അത് ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുള്ള സ്വീകരിച്ച നിലപാടുകളുടെ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരുന്ന അവരുടെ നിലപാടുകളുടെ കാരണമായിട്ട് അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആവരണം ഉണ്ടായി വന്നിരിക്കുക. അങ്ങോട്ടൊന്നും കയറൂല. സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലൊരു മനസ്സിന്റെ വിശാലത അവർക്ക് അനുഭവിക്കാൻ സാധിക്കൂല. അപ്പൊ പിന്നെ പകയാണ്, വിരോധമാണ്, വൈകാരികമായിട്ട് ശത്രുത കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരിൽ ഒരു ശത്രുവിനോടുള്ള പെരുമാറ്റം പോലെയുള്ള ഒരു പെരുമാറ്റമാണ് അവർ കാണിക്കുക. ഇങ്ങനെയൊക്കെ ആയിട്ട് സത്യം അവരുടെ ഹൃദയങ്ങളിലേക്ക് കടക്കാത്ത വിധത്തില് അവരുടെ ഹൃദയങ്ങൾക്കൊരു മുദ്ര ഉണ്ടായിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ അത് അള്ളാഹു ചെയ്തു എന്ന് പറയുന്നത്, എല്ലാം ചെയ്യുന്നത് അള്ളാഹു ആണ്. പക്ഷെ അത് ഓരോരുത്തരും അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആ മശീഅത്ത് നടപ്പിലാക്കപ്പെടുക. അപ്പോ അതൊരു ആത്യന്തികമായ തലത്തിൽ നമുക്ക് അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയാൻ മനസ്സിലാക്കാം. പക്ഷെ അതിന് മുഖ്യമായ ഉത്തരവാദി ആരുടെയൊക്കെ ഹൃദയങ്ങളിലാണോ മുദ്ര വെച്ചിട്ടുള്ളത് അവര് തന്നെയാണ്, അവര് സ്വയം വരുത്തി വെച്ചിട്ടുള്ളതാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ ഫസ്ബിർ, അതിനാൽ അവര് വളരെ സൃഷ്ടിപരമായ വിധത്തില് തങ്ങളെ ഉൾക്കൊള്ളാനും ഏറ്റുവാങ്ങാനും പിന്തുണക്കാനും പിൻപറ്റാനും ഒന്നും സന്നദ്ധരാവുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ വിഷമിക്കേണ്ട. ഫസ്ബിർ, താങ്കള് ഫസ്ബിർ, സഹനം അവലംബിക്കുക, ക്ഷമ അവലംബിക്കുക. അവര് വിരോധം കാണിക്കും, പരിഹസിക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കും, നിന്ദിക്കും, അതുപോലെ കടുത്ത വിമർശനങ്ങള് തൊടുത്തുവിടും, അതുപോലെ പരിഹാസപാത്രമാക്കും, അതുപോലെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കും, ആക്ഷേപിക്കും, അങ്ങനെ പലതും ചെയ്യും. ഇങ്ങനെയുള്ള ശത്രുതാപരമായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ പ്രവാചകരെ അതില് മനംചത്തുപോയ ഒരാളായി മാറരുത്, മറിച്ച് വളരെ ദൃഢചിത്തതയോടുകൂടിയുള്ള സഹനം അവലംബിക്കലാണ് താങ്കൾ ആ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടത്. ഫസ്ബിർ, താങ്കൾ സഹനം അവലംബിക്കുക. അത് പറയാൻ എളുപ്പമാണ്, പ്രയോഗത്തില് നടപ്പിലാക്കേണ്ടി വരുന്ന ഘട്ടത്തില് ഓരോരുത്തരും മനസ്സറിഞ്ഞ് പടച്ച തമ്പുരാനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ചെറുതും വലുതുമായ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും കുറേശ്ശൊക്കെ. പക്ഷെ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലക്കൊള്ളാൻ വേണ്ട ഒരു വിശ്വാസപരമായ കരുത്ത് നമുക്കുണ്ടെങ്കിലേ സഹനം അവലംബിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവരായിട്ട് മാറും. അപ്പോ ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അതുകൊണ്ട് സഹനം അവലംബിക്കുക. നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അത് സത്യമായി പുലരാനുള്ളതാണ്. നേരത്തെ ഇതിന്റെ മുകളിലുള്ള ഒരു ആയത്തില്
അള്ളാഹു ഒരു വാഗ്ദാനം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അതിലേക്കുള്ള ഒരു 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 ചൂണ്ടുപലകയായിട്ട് ഈ നിർദ്ദേശത്തെ നമുക്ക് കാണാൻ കഴിയും. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്. ക്ഷമ അവലംബിക്കുക, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമായിട്ട് പുലരുക തന്നെ ചെയ്യും. 47-ാമത്തെ ആയത്തില് അള്ളാഹു ഇങ്ങനെ പറയുന്ന കാണാൻ കഴിയും. ഫന്തഖ്ന മിനല്ലദീന അജ്റമു. കുറ്റവാളികളായ, ധിക്കാരികളായ, നിഷേധികളായ ആ ആളുകളോട് നാം പ്രതികാരമെടുക്കുകയുണ്ടായി. വകാന ഹഖ്ഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നാം നിർവഹിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ചിരിക്കുന്ന ആ ജീവിത സരണി പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ വലിയ പ്രതീക്ഷയും കരുത്തുമായി മാറുന്നത് ഈ ഒരു വാഗ്ദാനമാണ്. നിഷേധികളോട് അള്ളാഹു പ്രതികാരം ചെയ്യും. അതുപോലെ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പിന്തുണയും പിൻബലവും ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് പുലരുക തന്നെ ചെയ്യും എന്നതാണ് ഇവിടെ അള്ളാഹു ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബിൽ ലദീന ലാ യഅലമൂൻ. അജ്ഞരായ, വിവരദോഷികളായ ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു മുദ്ര വയ്ക്കുന്നത് കൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ ആയാത്തുകളുമായിട്ട് താങ്കൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അത് ബാത്തിലാണ്, നിങ്ങൾ ബാത്തിലുമായിട്ട് വരുന്ന ആളുകളാണ്, നിങ്ങൾ വ്യാജന്മാരാണ് എന്നൊക്കെ പറയാൻ കഴിയുന്നത്. അതിനാൽ ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ, എതിർപ്പുണ്ടാകുമ്പോൾ, വിമർശനം ഉണ്ടാകുമ്പോൾ, തിരസ്കാരവും നിരസിക്കലും തിരസ്കരിക്കലും ഒക്കെ ഉണ്ടാകുമ്പോൾ താങ്കൾ സബർ ചെയ്യുക, സഹനം അവലംബിക്കുക. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമായി പുലരും. ഇന്ന വഅദല്ലാഹി ഹഖ്. നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ വഅദ്, അള്ളാഹുവിന്റെ വാഗ്ദാനം, അള്ളാഹു ഒരു സംഗതി നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹഖായിട്ട് പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹനം അവലംബിക്കുക അവസാന ഘട്ടം വരെയും. ഇതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഈ നിർദ്ദേശം എങ്കിലും എല്ലാവർക്കും ബാധകമാണത്. വിശ്വാസമാർഗം സ്വീകരിച്ച എല്ലാവർക്കും അവലംബിക്കാനുള്ള ഒരു മാർഗമായിട്ട് തന്നെയാണ് അള്ളാഹു ഇത് പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യുഖിനൂൻ. യഖീനില്ലാത്ത ആളുകൾ, ദൃഢബോധ്യമില്ലാത്ത ആളുകൾ താങ്കളെ വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഒരു വില കുറഞ്ഞവനായിട്ട് അല്ലെങ്കിൽ അപ്രസക്തനായിട്ട് കാണാൻ ഇടവരരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം. വലാ യസ്തഖിഫന്നക. താങ്കളെ ഖഫീഫായിട്ട്, ഖഫീഫ് എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞത് എന്നാണ്, അല്ലെങ്കിൽ നേർത്തത്, ലഘുവായത് എന്നൊക്കെ. വളരെ സില്ലിയായ, നിസ്സാരനായ, വിലമതിക്കേണ്ടതില്ലാത്ത ഒരുവനായിട്ട് താങ്കളെ അവർക്ക് അനുഭവപ്പെടരുത്. ആർക്കാണ്? അല്ലദീന ലാ യൂഖിനൂൻ. ദൃഢബോധ്യമില്ലാത്ത ആളുകൾക്ക്. അത് എല്ലാ വിഭാഗത്തിലും പെടുന്നവരാണല്ലോ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ദൃഢബോധ്യമില്ലാത്ത, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് ദൃഢബോധ്യം, യഖീൻ തെളിയിച്ചിട്ടില്ലാത്ത ദുർബല മനസ്കരായ ആളുകൾ ഉണ്ടാകും. സത്യനിഷേധികള് ഏതായാലും ബോധ്യമില്ലാത്തവരാണ്, നിഷേധികളാണ്. അവര് സത്യത്തെ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്തവരാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത് താങ്കളുടെ സഹനമില്ലായിക അല്ലെങ്കിൽ ദൃഢചിത്തത കാണിക്കാതിരിക്കുന്ന ആ ഒരു നിലപാട് എങ്ങാനും ഉണ്ടായാൽ അതിന്റെ ഫലം എന്തായിരിക്കും? താങ്കളുടെ കൂടെയുള്ളവർക്കും ശത്രുപക്ഷത്തുള്ളവർക്കും ഒരുപോലെ താങ്കളെ വില കുറച്ച് കാണാൻ അത് കാരണമാകും. താങ്കളെ ദുർബലനാണ്, അയോഗ്യനാണ്, ശക്തനല്ല, ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും പ്രയോഗത്തിൽ വരാൻ പോകുന്നില്ല, ഇയാളൊരു സ്വപ്നജീവിയാണ് എന്നൊക്കെയുള്ള വിധത്തിൽ അവർ വിലയിരുത്താൻ തുടങ്ങും. കൂടെയുള്ളവരും വിലയിരുത്തും,
ശത്രുപക്ഷത്തുള്ളവരും വിലയിരുത്തും. അതിന് താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണം ഉണ്ടാവരുത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. താങ്കൾ എപ്പോഴും കരുത്തും ധൈര്യവും ദൃഢതയും കാണിക്കുന്നവനായിട്ട് നിലകൊള്ളണം. അള്ളാഹുവിന്റെ വാഗ്ദാനം തീർച്ചയായിട്ടും സത്യമായിട്ട് പുലരും. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുമെന്ന പ്രതീക്ഷയോടുകൂടി ദൃഢചിത്തതയോടുകൂടി നിലകൊള്ളണം എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന നിർദ്ദേശം. താങ്കളെ കാണുമ്പോൾ എല്ലാം പൊളിഞ്ഞു പോയി, തീർന്നു, പരാജയമായി, ഇനിയൊന്നും കഴിയില്ല, ദുർബലനായിട്ട് ഇനി തോറ്റു പിൻവാങ്ങിയേ വഴിയുള്ളൂ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു ദൗർബല്യം വെളിപ്പെടുത്തുന്ന ഒരു നിലപാട് താങ്കളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം. വലാ യസ്തഖിഫന്നക, താങ്കളെ ഖഫീഫായിട്ട്, താങ്കളെ ഭാരം കുറഞ്ഞവനായിട്ട്, നിസ്സാരനായിട്ട്, അപ്രസക്തനായിട്ട്, അല്ലെങ്കിൽ ദുർബലനായിട്ട്, ദൃഢചിത്തതയില്ലാത്ത ഒരു പാവത്താനായിട്ട് അവർക്ക് താങ്കൾ അനുഭവപ്പെടാൻ പാടില്ല. ആർക്കാണ് അങ്ങനെ അനുഭവപ്പെടാൻ പാടില്ലാത്തത്? അല്ലദീന ലാ യൂഖിനൂൻ, വിശ്വാസപരമായ ദൃഢതയില്ലാത്ത ആളുകൾക്ക് അവരുടെ എസ്റ്റിമേഷനിൽ താങ്കൾ വളരെ നിസ്സാരനായിട്ട്, ഒരു പാവത്താനായിട്ട് തോന്നാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഇത്തരം വൈകാരികതകളെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ദൃഢ വിശ്വാസപരമായ ദാർഢ്യതയുടെ ഒരു പ്രകടനം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. കരുത്ത് കാണിക്കുന്ന, മനോധൈര്യം കാണിക്കുന്ന, ചാഞ്ചല്യം കാണിക്കാത്ത ദൃഢചിത്തതയുടെ ഒരു നിലപാട് എപ്പോഴും മുഖത്ത് പ്രകടമാവുന്ന, ആത്മവിശ്വാസത്തിന്റെ ഒരു ലക്ഷണം മുഖത്തെപ്പോഴും നിലനിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം താങ്കൾ നിലകൊള്ളേണ്ടത്. സത്യവിശ്വാസികളോട് അള്ളാഹു നൽകുന്ന ഈ നിർദ്ദേശം സമീപകാലത്ത് ഒരുപക്ഷെ ഏറ്റവുമേറെ അക്ഷരം പ്രതി പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കൂട്ടരാണ് ഇന്ന് ഫലസ്തീനിലെ ഗസയിലും മറ്റും പോരാട്ട രംഗത്തുള്ളവര് എന്നത് നമുക്ക് കാണാൻ കഴിയും. തിരിച്ചടിക്ക് മേൽ തിരിച്ചടി ജീവിതത്തിൽ പല ഘട്ടങ്ങളിലുമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും അവര് നിലകൊള്ളുന്ന ഒരു ഒരു ദൗത്യം, ആ ദൗത്യത്തിന്റെ പേരിൽ അഭിമാനത്തോടെയും ദൃഢചിത്തതയോടെയും ചാഞ്ചല്യം കാണിക്കാതെയും നിലകൊള്ളാൻ, അതും പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കുന്ന അവസ്ഥയിൽ പോലും ആ ജനത കാണിക്കുന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ട്. ഒരുപക്ഷെ ഇത്തരം ആയത്തുകൾ നൽകിയിട്ടുള്ള വലിയ പ്രചോദനമായിരിക്കണം അതിന്റെയൊക്കെ പുറകിലുണ്ടാവുക. അള്ളാഹു തന്റെ പ്രവാചകന് നൽകുന്ന നിർദ്ദേശത്തോടൊപ്പം സത്യവിശ്വാസികൾക്ക് ഒക്കെ നൽകുന്ന നിർദ്ദേശം ഈ സൂറത്തിന്റെ അവസാനത്തിൽ വരുന്നത് അങ്ങനെയാണ്. ഫസ്ബിർ, ക്ഷമ അവലംബിക്കുക, സഹനം അവലംബിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. അതിനാൽ നിശ്ചയദാർഢ്യത്തോടുകൂടി നിലകൊള്ളുക, സഹനം അവലംബിക്കുക. വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യൂഖിനൂൻ, ദൃഢബോധ്യമില്ലാത്ത, വിശ്വാസം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾ അവര് താങ്കളെ നിസ്സാരമാക്കി കളയാതിരിക്കട്ടെ, അല്ലെങ്കിൽ താങ്കളെ ദുർബലനായിട്ടോ അല്ലെങ്കിൽ ഗൗനിക്കേണ്ടവനായിട്ടോ ദുർബലനായിട്ട് കാണാനോ അല്ലെങ്കിൽ ഗൗനിക്കേണ്ടതില്ല എന്ന തോന്നൽ അവർക്കുണ്ടാകാനോ ഒന്നും താങ്കളുടെ നിലപാട് കാരണമാവാൻ പാടില്ല. ഇതാണ് അള്ളാഹു പറയുന്നത്. ഏത് ഘട്ടത്തിലും, വിജയമായാലും പരാജയമായാലും, പ്രശംസ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും ആക്ഷേപങ്ങള് മേൽ കൊണ്ടുവന്ന് ചൊരിയുമ്പോഴും ഒക്കെ ആ ദൃഢചിത്തത നിലനിർത്തിക്കൊണ്ട് വേണം താങ്കൾ നിലകൊള്ളാൻ. ഒരു കാരണവശാലും അള്ളാഹുവിന്റെ വാഗ്ദാനത്തില് പ്രതീക്ഷയറ്റവരായിട്ട് മാറരുത്.
അള്ളാഹുവിന്റെ വഅദ് സത്യമാണ്, അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. പ്രത്യക്ഷത്തില് നിങ്ങൾ ഓരോരുത്തരും വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നത് പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിജയം തന്നെയാണ് എന്ന ബോധ്യത്തില് നിങ്ങൾക്കൊരു ചാഞ്ചല്യവും ഉണ്ടാവരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുടെ ഒരു ചുരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് റൂമിലെ അവസാനത്തെ 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. 60 ആയത്തുകൾ അടങ്ങിയ മക്കയിൽ അവതരിച്ച സൂറത്താണ് നമ്മൾ ഇന്നത്തോടെ പഠനം പൂർത്തീകരിച്ചിരിക്കുന്നത്. നാളെയും ആവശ്യമായി വരികയാണെങ്കിൽ മറ്റന്നാളും ഒക്കെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാം. അത്ര പ്രസക്തമായ ചോദ്യങ്ങളൊന്നും എനിക്ക് അയച്ചു കിട്ടിയത് അവശേഷിക്കുന്നില്ല. ചില അപ്രസക്തമായ ചില നിരീക്ഷണങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ്. അതും പലതവണ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളൊക്കെ മാത്രമേ എൻ്റെ കയ്യിൽ എത്തിയതുള്ളൂ. എന്തായാലും നാളെ ഒരു ദിവസം നമുക്ക് ഇതിന്റെ സൂറത്തിന്റെ ചർച്ച ആവാം. ഈ ചോദ്യങ്ങൾ തന്നെ വേണമെന്നില്ല, വ്യത്യസ്തമായ വായനകളും നിരീക്ഷണങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഫലപ്രദമായി സൂറത്തിന്റെ സന്ദേശം വളരെ ആഴത്തിലും സൂക്ഷ്മമായിട്ടും ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന ഏത് തരം ഇടപെടലും നമുക്ക് ആകാവുന്നതാണ്. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.